ദിവസം തൃശ്ശൂർ നമ്മുടെ സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത അക്കാദമി എല്ലാം പോയി അവിടുത്തെ ജീവനക്കാരുമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ ഒരു പരിശ്രമം നടത്തി മനസ്സിലാക്കി. അക്കാദമി വളരെ ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. IFFKയുടെ നടത്തിപ്പ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവല്, ചലച്ചിത്ര അവാർഡുകൾ, ടെലിവിഷൻ അവാർഡുകൾ, കുട്ടികളിൽ ചലച്ചിത്ര അവബോധം വളർത്താനുള്ള പദ്ധതികൾ, സിനിമ സംരക്ഷണം ഒക്കെയായിട്ടുള്ള വിപുലമായ പരിപാടികൾ നിങ്ങൾ വളരെ കുറച്ച് ആളുകൾ നല്ല നിലയിൽ നിർവഹിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണ തുടർന്നും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അക്കാദമിയുമായി ബന്ധപ്പെട്ട് തുടർന്നും നമ്മൾ എക്സിബിഷൻ സെൻറ്റർ ഇനാഗുറേഷൻ ചെയ്യണം. ഷാജീൻ കരുൺ സാറിൻ്റെ പേരിൽ നമുക്ക് സ്ഥാപനം തുറന്നു കൊടുക്കണം. അദ്ദേഹം നമ്മുടെ അക്കാദമിയുടെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ ചലച്ചിത്രകാരനാണ്. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മാസ്റ്റേഴ്സിനെ എല്ലാം യഥാവിധി നമ്മൾ അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞു. അക്കാദമി നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ ജനകീയമാക്കാനുമുള്ള കാര്യങ്ങൾ എല്ലാവരും ഒരു ടീമായി നിന്ന് നമുക്ക് നിർവഹിക്കാൻ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്ക് പത്തനംതിട്ടയിൽ അവിടെ വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളിലേക്ക് പോകണം. അത് ഞാൻ ഒഴിവാക്കാവുന്ന കരുതിയെങ്കിലും ഇതുവഴി തന്നെയാണ് എനിക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചതായതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞതായതുകൊണ്ടും ഞാൻ എളുപ്പത്തിലൊന്ന് കയറി പത്തനംതിട്ടയിലേക്ക് തന്നെ പോവുകയാണ്. തീർച്ചയായും നല്ല നിലയിൽ ഈ കാര്യങ്ങൾ നടക്കുന്നു. എന്തായാലും നിങ്ങൾ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാം. സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും സഹായം ഉണ്ടാകും. മെച്ചപ്പെടുത്താനുള്ള നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും നൽകാം. അതെല്ലാം വളരെ തുറന്ന മനസ്സോടുകൂടി സർക്കാർ സ്വീകരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് എന്തായാലും നല്ല നിലയിലാണ് ഈ സംവിധാനം പോകുന്നത്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്, പലപ്പോഴും അക്കാദമിയുടെ ചുമതലയിലേക്കൊക്കെ ആളുകൾ അധികം വൈകാതെ തന്നെ വരും. പക്ഷെ ഇവിടെ നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലേക്കാണ് ആളുകൾ വരുന്നത്. അല്ലാതെ ഇത് പ്രവർത്തനത്തിൻ്റെ യാതൊരു അനിശ്ചിതത്വവും ഇവിടെ ഇല്ല എന്ന് ഞാൻ ചുമതല ഏറ്റെടുത്ത സമയം മുതൽ ഞാൻ മനസ്സിലാക്കി. ഓരോ തവണയും അത് അറിയുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നല്ല നിലയിൽ പോകും. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് നമ്മൾ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ചലച്ചിത്ര മേളയുടെ IFFKയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് നിലവിൽ വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് കാലത്തെ ഇത്തരം ഇവൻറ്റുകൾ, മേളകൾ വളരെ വിജയകരമായി നടത്തിയ അനുഭവ സമ്പത്തുള്ള ആളുകൾ എന്ന നിലയിൽ അതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വേറെ അവസരത്തിൽ കൂടുതൽ സമയം ചെലവിടാൻ ഇവിടെ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.